ഹായ്, എൻ്റെ പേര് സിയ. ഞാൻ എൻട്രി ഫ്ലൈയുടെ അസിസ്റ്റൻറ്റ് ടീം ലീഡാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ കാനഡയെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കാനഡ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ PR-ൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ കാനഡ വൺ ഓഫ് ദ ബെസ്റ്റ് PR ഫ്രണ്ട്ലി കൺട്രിയാണ്. മറ്റുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് PR കിട്ടാൻ ഈസി ഉള്ളത് കാനഡ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു 2 വർഷത്തെ കോഴ്സ് എടുത്തിട്ട് അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് 3 വർഷത്തെ സ്റ്റേ ബാക്ക് ആയിരിക്കും കിട്ടുന്നത്. 2 ഇയർ സ്റ്റഡീസും 2 ഇയർ സ്റ്റേ ബാക്കും. ഈ സ്റ്റേ ബാക്ക് പീരീഡിന് നമ്മൾ നല്ലൊരു ജോബ്, അതായത് ഈ PR കിട്ടാനായിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ഒരു ടാബിൻ്റെ മുകളിൽ നമുക്ക് സാലറി ഉണ്ടാവണം എന്നുണ്ട്. അപ്പോൾ ആ സാലറിയുടെ മുകളിൽ നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 3 വർഷം വർക്ക് ചെയ്യാം. ടോട്ടലി ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ PR-ന് എലിജിബിൾ ആവും. സപ്പോസ് ഇപ്പോൾ ഒത്തിരി പേര് കേൾക്കുന്നൊരു കാര്യമായിരിക്കും, കാനഡയിൽ ഇപ്പോൾ PR കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് കേൾക്കുന്നതെന്നൊക്കെ. ഒണ്ടാരിയോ പ്രൊവിൻസിലൊന്നും ഇപ്പോൾ PR കിട്ടുന്നില്ല എന്ന്. കാനഡയിൽ ഒണ്ടാരിയോ മാത്രമല്ല, വേറെയും കുറേ പ്രൊവിൻസസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒണ്ടാരിയോയിലാണ് പഠിച്ച് ജോലി ചെയ്യുന്നതെങ്കിലും PR-ന് വേണ്ടിയിട്ട് നമുക്ക് പോപ്പുലേഷൻ കുറവുള്ള മറ്റൊരു പ്രൊവിൻസിലേക്ക് നോക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ അവിടെ PR എടുത്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഒണ്ടാരിയോയിൽ വന്ന് വർക്ക് ചെയ്യുന്നതിലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും PR ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കാനഡ. പിന്നെ ഇനി നമുക്ക് അവിടുത്തെ സ്കോളർഷിപ്സിനെ പറ്റി നോക്കാം. അത് കൂടുതൽ സ്റ്റുഡൻസ് എപ്പോഴും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും സ്കോളർഷിപ്പുകൾ കിട്ടുമോ, നമുക്ക് എത്ര സ്കോളർഷിപ്പുകൾ കിട്ടും, ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബേസിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ കാനഡയിൽ ഒത്തിരി സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്സ് ഉണ്ട്, പ്രൈവറ്റ് സ്കോളർഷിപ്സ് ഉണ്ട്, പിന്നെ മെറിറ്റ് ബേസിൽ സ്കോളർഷിപ്പ് കിട്ടും. മാത്രമല്ല നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സിനനുസരിച്ചിട്ടും സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ് കാനഡയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കോളർഷിപ്പുകൾ ഒട്ടുമിക്ക കോഴ്സസിനും അവൈലബിൾ ആണ്. ഇനി നമുക്കവിടെ എന്തൊക്കെ കോഴ്സസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. IT കോഴ്സസ്, എൻജിനീയറിംഗ് കോഴ്സസ്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, പബ്ലിക് ഹെൽത്ത് പോലെയുള്ള കോഴ്സസ്, സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്, പിന്നെ മാനേജ്മെൻറ്റ് കോഴ്സസ്, അതുപോലെ നഴ്സിംഗ് പ്രോഗ്രാംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിന് സൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് ഓപ്ഷൻ ഏതാണോ അത് നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാ കോഴ്സ് ഓപ്ഷൻസിനും നമുക്ക് ആഫ്റ്റർ സ്റ്റഡീസ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ പ്ലേസ്മെൻറ്റ്സും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഓൺ ഹാൻഡ് തന്നെ ഒരു ജോബും നമ്മളുടെ കയ്യിൽ കിട്ടും. ഇനി ഒരു സംശയം എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവുക, പാർട്ട് ടൈം കിട്ടുമെന്നായിരിക്കും. പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കാനഡയിൽ തന്നെ. അത് കുറച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനത്തെ പാർട്ട് ടൈംസ് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് പൈസ കുറച്ച് കൂടുതൽ കിട്ടുക എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലിവിങ് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ സീനിയർ കെയർ പോലെയുള്ള ഫീൽഡിലൊക്കെയാണ് നിങ്ങൾ പാർട്ട് ടൈം നോക്കുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ പാർട്ട് ടൈം ചെയ്യുമ്പോൾ 20 hours നിങ്ങൾക്ക് ഓൺ ക്യാമ്പസ് ആയിട്ടും 40 hours ഓഫ് ക്യാമ്പസ് ആയിട്ടും, അതായത് വെക്കേഷൻ പീരീഡിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്, ഇപ്പോൾ സ്റ്റേ ബാക്ക് കാനഡയിലുണ്ടോ, സ്റ്റേ ബാക്ക് എടുത്തു കളഞ്ഞെന്നൊക്കെ കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നോക്കാം. അതായത് ജനുവരി 15 മുതൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, അതായത് പബ്ലിക്കും അല്ല പ്രൈവറ്റും അല്ലാതെ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന പാർട്ട്ണർഷിപ്പിൽ വരുന്ന കോളേജസിൽ സ്റ്റേ ബാക്ക് പീരീഡ് കാനഡ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ സർട്ടൻ ക്യാമ്പസസ് മാത്രമായിരിക്കും വരുന്നത്. എല്ലാ കോളേജസിൻ്റെ അടുത്ത് നോക്കിയാലും അവരുടെ എല്ലാ ക്യാമ്പസസും ഇതിൻ്റെ അണ്ടറിലല്ല. അപ്പോൾ ഏത് ക്യാമ്പസ് ആണോ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ അണ്ടറിൽ വരുന്നത് അവിടെ മാത്രമായിരിക്കും നമുക്ക് സ്റ്റേ ബാക്ക് അവൈലബിൾ അല്ലാത്തത്. ബാക്കി വരുന്ന എല്ലാ മാസ്റ്റേഴ്സ് കോഴ്സസിനും സ്റ്റേ ബാക്ക് അവൈലബിൾ ആണ്. 2 വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് 3 വർഷം സ്റ്റേ ബാക്ക് കിട്ടും. പിന്നെ നമ്മൾ 1 വർഷത്തെ ഒരു കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 year ആയിരിക്കും സ്റ്റേ ബാക്ക് കിട്ടുന്നത്. 1 വർഷം എന്ന് പറയുമ്പോൾ 8 months to 12 months ആണ് വരുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾ 1.5 years അല്ലെങ്കിൽ ഒരു 15 months സ്റ്റേ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ 15 months ആയിരിക്കും നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു 1 year കോഴ്സാണ് എടുത്തിരിക്കുന്നതെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഇയറിലേക്ക് മറ്റൊരു കോഴ്സ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 2 year ആവും ടോട്ടലി. അങ്ങനെ നമുക്ക് 3 years സ്റ്റേ ബാക്ക് കിട്ടാനും ഈസി ആയിരിക്കും.
ഇനി നമുക്ക് സ്റ്റേ ബാക്ക് പീരീഡിൽ എങ്ങനെ നല്ലൊരു ജോലി നോക്കാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് സ്റ്റേ ബാക്ക് പീരീഡിൽ നിങ്ങൾ ജോലി നോക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോലി തന്നെ നോക്കണം. നമ്മളൊരു കോഴ്സ് പഠിച്ചതിന് ശേഷം മറ്റൊരു ഫീൽഡിലേക്ക് ജോലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് PR-ന് അത് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇപ്പോൾ പഠിച്ച ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബ് നോക്കുക. പിന്നെ നമ്മൾ കുറച്ച് കാലം അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ CRS സ്കോർ ഇൻക്രീസ് ആവും. ഈ CRS സ്കോർ എന്ന് പറയുന്നത് സർട്ടൻ പോയിൻറ്റ്സ് ആണ്. ഈ പോയിൻ്റ് ആണ് നമ്മളെ PR-ൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിർണ്ണയിക്കുന്നത്. സോ അപ്പോൾ ആ പോയിൻറ്റ്സ് നമുക്ക് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ PR-ന് എലിജിബിൾ ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന പ്രൊവിൻസിലോ അല്ലെങ്കിൽ പോപ്പുലേഷൻ കുറവുള്ള മറ്റൊരു പ്രൊവിൻസിലോ നിങ്ങൾക്ക് PR-ന് വേണ്ടിയിട്ട് നോക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കാനഡയിലെ ഓവറോൾ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനീഷ്യലി നമ്മൾ പ്രൊഫൈൽ അനലൈസ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കാം കിട്ടുന്നത്, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കാം. കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണെങ്കിൽ ആ കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്യണം. എന്താണോ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്യുമെൻ്റ് പെൻഡിങ് ആയിരിക്കാം കണ്ടീഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻ്റ് റീസെൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്ത് കണ്ടീഷൻ ആണെങ്കിലും അത് നമ്മൾ മീറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് അവർ ഓഫർ ലെറ്ററിൽ ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടാവും, ഒരു സർട്ടൻ ഡെഡ് ലൈൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ഡേറ്റിനുള്ളിൽ നമ്മൾ അടയ്ക്കാനുള്ള ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടയ്ക്കുക. ഈ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നിങ്ങളുടെ സീറ്റ് അവിടെ സെക്യൂർഡ് ആയിട്ട് വെക്കും. ആഫ്റ്റർ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നമുക്ക് ബാക്കിയുള്ള ഫിനാൻഷ്യൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ലിവിങ് എക്സ്പെൻസ് അറേഞ്ച് ചെയ്യാനുള്ളതും ബാക്കി ഫീസിന് വേണ്ടിയിട്ടുള്ള ലോണിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ആഫ്റ്റർ സക്സസ്ഫുള്ളി ലോണ് കിട്ടിയാൽ നിങ്ങൾക്ക് നമ്മളുടെ ഇനീഷ്യൽ ഡെപ്പോസിറ്റിന് ശേഷം വരുന്ന ഫീസ് അടയ്ക്കാം. ആഫ്റ്റർ ദാറ്റ് ലിവിങ് എക്സ്പെൻസിന് വേണ്ടി, ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ 10,000 CAD ആയിരുന്നു മുൻപ്, ഇപ്പോൾ അത് 20,000 CAD ആയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ കാനഡയിലുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ടിലാണ് ഈ എമൗണ്ട് ഇടുന്നത്. സോ അപ്പോൾ അതും നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ വിസ പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യണം. ബട്ട് വിസ പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം നമുക്ക് പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ കിട്ടണം. അത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കും കിട്ടുന്നത്. യൂണിവേഴ്സിറ്റിക്ക് പ്രൊവിൻസിൽ നിന്നായിരിക്കും കിട്ടുന്നത്, പ്രൊവിൻസ് അല്ലെങ്കിൽ ടെറിട്ടറിയിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ആഫ്റ്റർ ദാറ്റ് യൂണിവേഴ്സിറ്റി അത് സ്റ്റുഡൻസിന് കൈമാറും. നമുക്ക് ഈ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ലെറ്റർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ വിസ പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യാം. വിസ ഇൻ്റർവ്യൂസ് ഉണ്ടാവും, ചില കേസസിൽ വിസ ഇൻ്റർവ്യൂസ് ഉണ്ടാവാറുമില്ല. ബട്ട് വൺസ് വിസയ്ക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ്ഡേറ്റ് കിട്ടാനായിട്ട് 20 to 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ടൈം എടുക്കും. ഈ ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അക്കോമഡേഷൻ്റെ ബുക്കിംഗ് ഒക്കെ ചെയ്യാം. നമുക്ക് കാനഡയിലെ എൻട്രി റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. മെയിനായിട്ട് IELTS ഇമ്പോർട്ടൻ്റ് ആണ്. IELTS അല്ലെങ്കിൽ PT അല്ലെങ്കിൽ TOEFL, ഇത് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഏതാണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. സാധാരണ ഒരു അണ്ടർ ഗ്രാജുവേഷനിൽ വരുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓവറോൾ 6ഉം ഇൻഡിവിജ്വലി 5.5 ആണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓവറോൾ 6.5ഉം ഇൻഡിവിജ്വലി 6ഉം സ്കോർ വേണം. ഇനി നിങ്ങളൊരു മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ പല കോഴ്സസിനും ഓവറോൾ 7ഉം ഇൻഡിവിജ്വലി 6.5ഉം ആണ് സ്കോർ വേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഒരു 65 to 70% മിനിമം വേണം. ഇനി ബാക്കിയുള്ള കോഴ്സസിനൊക്കെ ഒരു 50 മുതൽ 55% ഉണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ആഫ്റ്റർ 12th നമുക്ക് ഒരു ലോങ് ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന അൽഗോമ, അതുപോലെ തന്നെ യോർക്ക്വിൽ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. അതേപോലെ ആഫ്റ്റർ ഡിഗ്രി നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസും അക്സെപ്റ്റ് ചെയ്യും. കോളേജസ് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാനഡയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓരോ സ്റ്റെപ്പും നമ്മൾ ക്ലിയർ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഒരു മിസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഡിലേ ആവും. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം, ഓർ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻട്രി ഫ്ലൈയെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇതെല്ലാം ജനറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓരോ പ്രൊഫൈൽ അനുസരിച്ചിട്ടായിരിക്കും ഈ ക്രൈറ്റീരിയാസ് ഒക്കെ മാറി വരുന്നത്. സോ അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ എൻട്രി ഫ്ലൈയെ കോൺടാക്റ്റ് ചെയ്തോളൂ.